നമസ്കാരം. എല്ലാമുണ്ട്, സമാധാനമില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ ഇതാണല്ലോ. എന്താണ് ഇതിന് കാരണം? നമ്മുടെ സമാധാനം ദൈവം പിൻവലിച്ചത് തന്നെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 5-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നീ വിലാപഗൃഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ എൻ്റെ സമാധാനം ഈ ജനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എൻ്റെ സ്നേഹവും കരുണയും അവർക്കുണ്ടായിരിക്കുകയില്ല. ജെറമിയ പ്രവാചകനോട് വളരെ കൃത്യമായി അവിടുന്ന് ദർശനത്തിലൂടെ അരുളി ചെയ്യുകയാണ്. നീ ജനത്തിൻ്റെ സമാധാനക്കുറവ് എന്നോട് മധ്യസ്ഥത്തിലൂടെ യാചിക്കണ്ട എന്ന്. കാരണം എന്താ? ഞാൻ അവരുടെ സമാധാനം പിൻവലിച്ചിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു കാലത്തെ സംഭവം മാത്രമല്ല, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സത്യം അതാണ്. ദൈവത്തിൻ്റെ സമാധാനം ലോകത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തെറ്റുകൾ, നാം ആ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സമാധാനം ലഭിക്കാത്തത്. സമാധാനം ആർക്കും റേഷൻ കടയിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും മാളുകളിൽ നിന്നോ വാങ്ങാൻ കിട്ടുകയില്ല. ഏതെങ്കിലും സർക്കാരിനോ സ്ഥാപനങ്ങൾക്കോ സാമൂഹ്യ സംഘടനകൾക്കോ സമാധാനം നൽകാൻ സാധിക്കുകയില്ല. അവർക്ക് അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. സർക്കാർ ഒരുപക്ഷെ കുടിവെള്ളം എത്തിച്ചേക്കാം, റേഷനരി വിതരണം ചെയ്തേക്കാം, തൊഴിൽ മേഖലകൾ സൃഷ്ടിച്ചേക്കാം, ഗതാഗതം സ്ഥാപിച്ചേക്കാം, അങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങൾ സ്ഥാപിക്കാം എന്നുള്ളതൊഴിച്ച് സമാധാനം നമുക്ക് നൽകാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് സമാധാനമില്ല എന്ന് കരഞ്ഞപേക്ഷിക്കുന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ ദൈവമാർഗത്തിലേക്ക് വരിക. നമ്മെ സൃഷ്ടിച്ച തമ്പുരാൻ, നാം ആവശ്യപ്പെടാതെ, നാം അറിയാതെ എനിക്കും നിങ്ങൾക്കും ജന്മം നൽകിയ ദൈവം, ആ ദൈവത്തെ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കൂ. അതിന് ഏതെല്ലാം തരത്തിലുള്ള യുക്തിവാദങ്ങളും ആധുനിക ചിന്താഗതികളും ഒക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞത് മാത്രമാണ് സത്യം. അവിടുത്തെ പ്രമാണങ്ങൾ, അവിടുത്തെ കൽപ്പനകൾ പാലിച്ചേ പറ്റൂ. അത് മാത്രമാണ് സമാധാനം ലഭിക്കാനുള്ള ഏക വഴി. വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം മുതൽ 28-ാം തിരുവചനം വരെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി
തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ഇത് എത്ര പേർ ശ്രവിക്കുന്നുണ്ട്? എത്ര പേർ ഗ്രഹിക്കുന്നുണ്ട്? ഇന്നത്തെ ഏറ്റവും ബലമേറിയ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു വാദഗതി എന്താണ്? സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള അവകാശം. സ്ത്രീകൾക്കും വേണം ഞങ്ങളെപ്പോലെ പുരുഷന്മാരെ പോലെയുള്ള അവകാശമെന്ന്. എന്നാൽ നാം വചനത്തിൽ കേട്ടു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എത്രയോ ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ ഇതിയാനെ കൊണ്ട് തോറ്റു. ഇതിയാൻ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഭാര്യമാർ എത്ര പേരുണ്ട്? പിള്ളേരുടെ അപ്പോന്നാ വിളിക്കണേ സ്വന്തം ഭർത്താവിനെ. അതേ ഇങ്ങനെയൊക്കെയാ വിളിക്കുന്നത്. എന്തൊരു കഷ്ടം. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഭാര്യമാരെ വിളിക്കുന്നത് എന്താണ്? എടീ മൂദേവി. ഇതൊക്കെയാ. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ സ്നേഹം എവിടെ നിന്നുണ്ടാകും? വെറും യാന്ത്രികമായൊരു കുടുംബജീവിതം. അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ വളരുന്ന മക്കളോ സമാധാനമില്ലാതെ നിരാശയിലാണ്ടു പോകുന്നു. അവർ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന് മറ്റാരെയും കുറ്റം പറയേണ്ട, മാതാപിതാക്കളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. നമുക്കതുകൊണ്ട് യേശുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദൈവവചനത്തിൽ അടിയുറച്ച ഒരു ജീവിതം നയിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു കുടുംബം കെട്ടിപ്പടുത്തുകൊണ്ട് സമൂഹത്തെ നന്നാക്കാൻ പരിശ്രമിക്കാം. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ഏവർക്കും അനുസരിക്കാവുന്നതും ഏവർക്കും അനുഗമിക്കാവുന്നതുമായ വചനം മാത്രമാണ്. നിങ്ങൾക്കേവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.